ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായി സ്വർഗാരോപണം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് കൂട്ടായ്മയുടെ മഹത്വം. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 35-36 നാം വായിക്കുമ്പോൾ അതിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടു അവനോട് എത്ര പ്രിയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കൂട്ടായ്മയുടെ മഹത്വം. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നതായ അവസരത്തിൽ നമ്മുടെ കൂട്ടായ്മയാണ് നമ്മെ എല്ലാറ്റിനും മുമ്പോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മുമ്പോട്ട് നയിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടായ്മ ശരിയായിരിക്കണം. അതായത് സമ്പർക്കമാണ് എല്ലാറ്റിനും കാരണം, നമ്മുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും എല്ലാം. ആയതിനാൽ നാം നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കളയാതെ ഈഗോയുമായി കൂട്ടിക്കുഴയ്ക്കാതെ തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ കൂട്ടുകെട്ട് അഥവാ സമ്പർക്കം ആരോട് ആയിരിക്കണമെന്നത് ഉറച്ച തീരുമാനം എടുക്കുകയാണ് എങ്കിൽ നമ്മുടെ 80% പ്രോബ്ലംസ് സോൾവ് ആയി കിട്ടും. 80-20 പ്രിൻസിപ്പിൾ എന്താണ്? ഇതിന് പരോട്ടോ തത്വം എന്ന് പറയും. അതായത് 20% വർക്ക്സ് ഗീവ്സ് അസ് 80% ഓഫ് ഔട്ട്പുട്ട്. പരോട്ടോ തത്വം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ബിസിനസ്സാണ്. നമ്മുടെ ജീവിതവും ബിസിനസ് പോലെ തന്നെയാണ്. സക്സസ് ആകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിന് ഒന്നാമത്തെ ഉദാഹരണമെന്ന് പറയുന്നത് നമ്മളുടെ സമ്പർക്കം ആരോടൊക്കെ ആയിരിക്കണം, അതിന് പ്രകാരമായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ജയവും പരാജയവും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നതും നമ്മുടെ ചിന്ത ചേഞ്ച് ആകുന്നതും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഉദാഹരണത്തിന്, നമ്മളൊരു മദ്യപാനിയുടെ കൂടെ 10 മിനിറ്റ് ഇരുന്നാൽ നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ ടെൻഷനും ഇല്ല എന്ന്. നമ്മളൊരു സാധു സന്തിൻ്റെ അതായത് സന്യാസിയുടെ കൂടെ 9 മിനിറ്റ് ഇരുന്നാൽ നമുക്ക് തോന്നും ഈ ലോകത്തിൽ സമ്പാദ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന്. ഉള്ളതെല്ലാം ദാനമായി കൊടുക്കുന്നതാണ് നല്ലതെന്ന്. നമ്മൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂടെ 8 മിനിറ്റ് ഇരുന്നാൽ നമുക്ക് തോന്നും ഞാൻ ഈ പഠിച്ചതെല്ലാം അഥവാ എൻ്റെ വിദ്യാഭ്യാസമെല്ലാം വെറുതെയാണെന്ന്. നമ്മളൊരു LIC ഏജൻറ്റിൻ്റെ കൂടെ 7 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും LIC പോളിസി എടുത്തിട്ട് മരിക്കുന്നതാണ് നല്ലതെന്ന്. നമ്മളൊരു കച്ചവടക്കാരൻ്റെ കൂടെ 6 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും സത്യസന്ധത കൊണ്ട് എന്ത് പ്രയോജനം എന്ന്. കൂടുതൽ സമ്പാദിക്കാൻ കച്ചവടക്കാരനാകുന്നതാണ് നല്ലതെന്ന്. നമ്മളൊരു സയൻറ്റിസ്റ്റിൻ്റെ കൂടെ 5 മിനിറ്റ് ഇരുന്നാൽ നമുക്ക് തോന്നും നമ്മൾ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണെന്ന്. നമ്മളൊരു അധ്യാപകൻ്റെ കൂടെ 4 മിനിറ്റ് ഇരിക്കുന്നുവെങ്കിൽ നമുക്ക് തോന്നും ഒരിക്കൽ കൂടി ഒരു വിദ്യാർത്ഥിയാകുന്നതാണ് ശരിയെന്ന്. നമ്മളൊരു നല്ല കർഷകൻ്റെ കൂടെ 3 മിനിറ്റ് കൃഷിസ്ഥലത്ത് ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്ന ആളല്ല, തികച്ചും ഒരു മടിയനാണ് എന്ന്. നമ്മളൊരു സൈനികൻ്റെ കൂടെ 2 മിനിറ്റ് ചിലവഴിച്ചാൽ നമുക്ക് തോന്നും നമ്മുടെ ത്യാഗങ്ങളും ശുശ്രൂഷകളും ഒന്നുമല്ല എന്ന്. നമ്മൾ ഒരു നല്ല കൂട്ടുകാരൻ്റെ കൂടെ 1 മിനിറ്റ് ചിലവഴിച്ചാൽ നമുക്ക് തോന്നും ഈ ലോകമാണ് സ്വർഗം എന്ന്. അതായത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതായ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ അല്പം സമയം ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ് എങ്കിൽ നമുക്ക് ആത്മാവിൻ്റെ ഫലം ലഭിക്കും. അതായത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. Company is the matter of person. No doubt. We have to take care before choosing to meet anyone so that our peaceful mindset can be maintained എന്നാണ് തത്വശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. നാം ഇവിടെ കണ്ടതായ വേദഭാഗം എന്ന് പറയുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 35-36 അതിൽ യേശു ലാസറിൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് അവിടെ വെച്ച് കരഞ്ഞു. അതായത് യേശു കണ്ണുനീർ വാർത്തു. കർത്താവായ യേശു ക്രിസ്തു
പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു എന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാം. ആ പൂർണ്ണ മനുഷ്യരൂപത്തിൽ തൻ്റെ ഏറ്റവും സ്നേഹിതനായ ലാസറിൻ്റെ മരണത്തെ ഓർത്ത് ആ സാഹചര്യമനുസരിച്ച് യേശു കരയുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. എന്നാൽ അവനെ ഉയർപ്പിക്കുന്നത് അവൻ്റെ ആ ലാസറിൻ്റെ അവനോടുള്ള വിശ്വാസവും അവനോടുള്ള സ്നേഹവുമാണ്. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. കൂട്ടായ്മയുടെ മഹത്വം, സ്നേഹത്തിൻ്റെ മഹത്വം, ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ വാല്യൂ, ഇതൊക്കെയും നാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന് 3 നേരം പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ നാം ചെയ്യേണ്ടതായ കാര്യമെന്ന് പറയുന്നത് വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ കൂട്ടായ്മയുടെ മഹത്വം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതിന് യാതൊരു സംശയമില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.